വാതിൽപ്പടി മദ്യം എന്ന ബെവ്കോയുടെ ആശയത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് മദ്യപിക്കുന്നവർ ഈ പദ്ധതി പ്രാവർത്തികമാക്കിയാൽ തങ്ങൾക്ക് മഴയും വെയിലും കൊണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവരുടെ വാദം. നേരത്തെ നമ്മൾ ഈ മദ്യപിക്കുന്നവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് വലിയ രീതിയിൽ സ്വീകാര്യതയാണ്. കാരണം അവർക്ക് ഈ കാണുന്നത് പോലെ ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വീടുകളിലോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കുന്ന സ്ഥലങ്ങളിലോ മദ്യം നേരിട്ടെത്തി. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്ന പണം മാത്രം ഉപയോഗിച്ചാൽ മതി ഡെലിവറി ചാർജ് നൽകാൻ എന്നാണ് മിക്കവരും പറയുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് 10-20 രൂപ അധികം പോയാലും കുഴപ്പമില്ല. നമ്മളിവിടെ വന്ന് ചില ദിവസങ്ങളിൽ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും. ഒരാളെ കാണത്തുള്ളൂ കൗണ്ടറിൽ. ഇഷ്ടംപോലെ നീണ്ട ക്യൂ ആണ്. നമുക്ക് ഭയങ്കര പാടാണ്. ഓവർബ്രിഡ്ജിനോട് ഭയങ്കര ക്യൂ ആണ്. അത് ഒന്ന് ക്ലിയർ ചെയ്യുക. വെച്ചാൽ നമുക്ക് സന്തോഷമുണ്ട്, മനസ്സമാനമുണ്ട്. നമുക്ക് വേറെ കുഴപ്പമില്ല. നമുക്ക് ഈ ആട്ടയ്ക്കും പൈസയും വേണ്ട, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആരും ഇവിടെ വരില്ലല്ലോ, വീട്ടിലെ കാർഡ് വെച്ചില്ല വാങ്ങിക്കണം, നമുക്കൊന്നും കുഴപ്പമില്ല. മദ്യത്തിനപ്പോൾ ഈ ഡെലിവറി ചാർജും കൂടിയാവും, അത് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അതെന്തെങ്കിലും കൊടുക്കുക, എല്ലാത്തിനും ആഹാരത്തിന് കൊടുക്കുമ്പോൾ ഇതും കൊടുക്കും. ഇത് നമുക്ക് പണി കഴിഞ്ഞിട്ട് ആദ്യം വീട്ടിലെ ലൈനിൽ വന്ന് നിൽക്കാണ്ടല്ലേ, അവിടെ വന്ന് നമുക്ക് കൊടുക്കാം, എന്തൊരു കുഴപ്പമില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മദ്യപിക്കുന്നവർ തമ്മിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇത്തരത്തിൽ ഔട്ട്ലെറ്റുകളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാറുകളിലാണ്. അപ്പോൾ മദ്യം ഈ ഓർഡർ ചെയ്ത ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി കുറയ്ക്കാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് പലപ്പോഴും നമ്മളിത് യൂട്യൂബിൽ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു പദ്ധതി ഏറ്റവും വലിയ സ്വീകാര്യമാണ് എന്നുള്ള കാര്യം ആ കമൻറ്റുകളിൽ നിന്നും നമ്മൾ ഈ ഔട്ട്ലെറ്റുകളിലെത്തി പ്രതികരണങ്ങൾ തേടിയപ്പോഴും വ്യക്തമാണ്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.